കേരളത്തിൽ സിനിമാ തിയേറ്ററുകൾ തുറക്കുന്നത് സംബന്ധിച്ച് ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിനിടയിൽ മറുനാട്ടിലൊരു മലയാള സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തു. കെനിയയിലെ നെയ്റോബിയിലാണ് മലയാളിയായ പ്രശാന്ത് AB സംവിധാനം ചെയ്ത IV എന്ന മലയാള ചിത്രം നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടങ്ങിയിരിക്കുന്നത്. കെനിയയുടെ ഭൂപ്രകൃതിയും അവിടുത്തെ പ്രവാസ ജീവിതവും ഒപ്പിയെടുത്തിട്ടുള്ള IV എന്ന ചിത്രം ഒരു കെനിയൻ യുവതിയുടെയും ഒരു ഇന്ത്യൻ യുവാവിൻ്റെയും പ്രണയം, വിവാഹം, ജീവിതം എന്നീ ഘട്ടങ്ങളിലൂടെയാണ് കഥ പറയുന്നത്. ആഫ്രിക്കൻ ജനതയുടെ ജീവിത സാഹചര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന ചിത്രമാണ് IV. മലയാളി യുവാവും കെനിയൻ യുവതിയും അവരുടെ പ്രണയവും കുടുംബജീവിതവുമെല്ലാം കെനിയൻ പശ്ചാത്തലത്തിലാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധി അന്തർദേശീയ ചലച്ചിത്രമേളകളിലും ചിത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മലയാളിയായ കൃഷ്ണദാസ് കരിവേലിലും കെനിയൻ ആർച്ചറി ദേശീയ താരമായ ദിരേജി ഇലമയുമാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മലയാളിയായ തോമസ് ആന്റണി കുരിശങ്കലാണ് സിനിമയുടെ നിർമ്മാതാവ്. കഴിഞ്ഞ ദിവസം നെയ്റോബിയിൽ ആദ്യ പ്രദർശനം നടന്ന ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായാണ് ഒരു മലയാള ചിത്രം പൂർണ്ണമായി കെനിയയിൽ ചിത്രീകരിക്കുന്നതും കെനിയൻ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിന്റെ പ്രദർശനാനുമതി ലഭിക്കുന്നതുമെന്നുമാണ് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. പ്രതീക്ഷിച്ചതിലപ്പുറം ഒരു ടച്ചിങ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു ശരിക്കും പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എപ്പോഴും കണ്ണി നോക്കി അറിയാം, അതിൻ്റെ ഒരു ഫീല് നമുക്ക് എപ്പോഴും തോന്നുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിമനോഹരമായിരുന്നു. അത് ഒരു വല്ലാത്തൊരു ബ്ലെൻഡായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പല ക്യാരക്ടേഴ്സ് വരുമ്പോഴും പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഷോട്ട്സൊക്കെ മനോഹരമായിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോട്ട്സാണ്. ഒരു എല്ലാ അർത്ഥത്തിലും പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള മൂവിയാണ്. നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ആക്ടേഴ്സാണ് ചെയ്തത്. പക്ഷെ നമുക്ക് ആ സ്ക്രീനിൽ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. അത്രയധികം ഇൻവോൾവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും അതിമനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനിയും പുതിയ സിനിമകൾ ഇങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. സത്യത്തിൽ ഇവിടെ കെനിയയിൽ സംഭവിക്കുന്ന ഒരു ഫിലിമിൻ്റെ എല്ലാ പരിമിതികളും ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ സിനിമ കാണാൻ വന്നത്. പക്ഷേ ആ പരിമിതികളെ മറികടക്കുക മാത്രമല്ല, ഒരു ഫീച്ചർ ഫിലിമിൻ്റെ എല്ലാ ക്വാളിറ്റീസും മെയിൻറ്റെയിൻ ചെയ്തു. ആ കഥയുടെ നറേഷനായാലും ശരി, അഭിനയമായാലും ശരി, പ്രത്യേകിച്ചും രണ്ട് നിലവാരം നമ്മൾ പ്രതീക്ഷിക്കുന്ന കെനിയൻ അഭിനേതാക്കളും നല്ല നിലവാരം പുലർത്തി. ഇതാണ് എനിക്ക് ഈ സിനിമയെ പറ്റി എൻ്റെ ആദ്യ അഭിപ്രായം, ആദ്യ പ്രതികരണം. തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി എൻ്റെ ഒരു അപ്രീസിയേഷൻ എഴുതുന്നതായിരിക്കും. Yeah, I think I should express this in one word. It's a wow movie. Very touching, and the cast has done the excellent role in terms of being amateurs. They have made themselves as professionals, and the movie gives a great message of love and affection. I feel it's a great movie, and I wish all the best to the cast, the producer, directors, and I want more and more such things to come from them. All the best to you. Thank you. നമുക്ക് നൈറോബിക്കാർക്കും കെനിയൻസിനും അഭിമാനിക്കാവുന്ന ഒരു പടമായി ഞാൻ കാണുന്നു. Very briefly, just to say that it's very topical, very touching, very moving. In a very small, short time, so much has been conveyed. In a world that is becoming more and more divided along the lines of racism, color, beliefs, ideologies, religion, I think this is a very, very strong message in such a sweet and noble way. And I think I applaud the entire team, the producer, the director, all those who have backed it for making such a wonderful film. I thoroughly enjoyed it. Congrats. Thanks a lot, madam. Thanks. I will really appreciate Prashant, his directorship. It was wonderful. He never show it's a beginner movie. It is Irtham എന്നൊരു സംവിധായകൻ്റെ ക്രാഫ്റ്റ് ഓൾറെഡി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് തോമസ് ആൻ്റണി ടു ഷോ ദ കറേജ് ടു പ്രൊഡ്യൂസ് ദിസ് മൂവി. ദാറ്റ് വാസ് വണ്ടർഫുൾ. And moreover, the story and the reality, the blending of this is really emotional, heart-touching. Excellent work, good job, keep it up. The exuberance of love is well depicted in this movie. It speaks of volume, and it speaks of the integrity of love of any mankind, and it has brought the beautiful sequence of the correlation of the love between Indians and the Africans, and it has been clearly depicted in this movie, and they have brought out the sequence so well in this movie. കോവിഡ് സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു കഷ്ടപ്പാടിലൂടെ ഇത്തരം നല്ലൊരു ക്രിയേറ്റീവ് മൂവി, ഒരു നല്ല മെസ്സേജ് ലോകത്തിന് വേണ്ടി പകർന്ന എല്ലാ ക്രൂ മെമ്പേഴ്സിനും, ഞങ്ങളുടെ ഇവിടെ കെനിയയിൽ ജീവിക്കുന്ന മലയാളികളുടെ പ്രത്യേകമായ
നന്ദിയും ഞങ്ങളുടെ ഒരു വലിയ കൺഗ്രാജുലേഷൻസ് എൻ്റെ ടീമിന് വേണ്ടി ഞങ്ങൾ നേരുന്നു. മൂവി വളരെ 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 ടച്ചിങ്, ശരിക്കും ഹൃദയത്തിലോട്ട് അടിച്ചു കയറി. കാരണം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കെനിയയിൽ വന്ന് വർഷങ്ങളായി, മക്കൾ ചെറിയ മക്കളെ കൊണ്ടുവന്ന് മക്കൾ വളരുന്നു, കുഞ്ഞുങ്ങളെ ഇവിടെ പ്രസവിച്ചവരുണ്ട്, അവരെ വളർത്തി വരുന്നവരുണ്ട്. പക്ഷേ എല്ലാം ഒരു നല്ല എന്താ പറയുക, മനസ്സിനകത്തോട്ടൊരു അടിച്ചേൽപ്പിച്ച ഒരു മെസ്സേജാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളെല്ലാം ഒന്നാണ്. ആ ഡോക്ടർ പറഞ്ഞ പോലെ രക്തം എല്ലാം ചുമപ്പ് മാത്രമേ ഉള്ളൂ. അത് ശരിക്കും മനസ്സിലാക്കി തന്നു. It was amazing. We never thought, someone can make such a wonderful movie in Kenya. It is mind-blowing, and I really thoroughly enjoyed. A lot of emotions, but still we controlled and we enjoyed the movie. We are looking forward for a much more better movies in the coming years. Thank you. It was speechless. I could say everyone acted so well. There was not a moment we could just look around. I was just staring at the screen. Actually, the movie has trapped us all, and it was fantastic. And we are looking forward to meet everyone in other movies too. All the best. Good luck. അടിപൊളിയായിരുന്നു, നല്ല മൂവി. കുറേ കാലത്തിന് ശേഷം തിയേറ്ററിൽ വന്ന നല്ലൊരു പടം. താങ്ക്സ്. I will really appreciate Prashant, his directorship. It was wonderful. He never show it's a beginner movie. It is Irtham എന്നൊരു സംവിധായകൻ്റെ ക്രാഫ്റ്റ് ഓൾറെഡി പ്രകടിപ്പിച്ചിട്ടുണ്ട്. And Thomas Anthony to show the courage to produce this movie. That was wonderful. And moreover, the story and the reality, the blending of this is really emotional, heart-touching. Excellent work. Good job. Keep it up. Well, I must say that this movie, the storyline especially touched my heart, and you see, I'm still emotional. So it was a good movie, and first time I've watched a Kerala movie. It was lovely. താങ്ക്സ് ഫോർ. അടിപൊളിയായിട്ടുണ്ട്. ഒരു തുള്ളി കണ്ണുനീർ അറിയാതെ നമ്മുടെ മനസ്സിന് വരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. റിയലി ടച്ച് ദ ഹാർട്ട്. സൂപ്പർ മൂവിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഹാർട്ട് ടച്ചിങ് ഒരു ഫിലിമാണ്. സൂപ്പർ, അടിപൊളി മൂവി കണ്ടു. വളരെ നല്ലൊരു ഫീലിങ്സ് സ്റ്റോറിക്ക് തരാൻ വേണ്ടിയുണ്ട്. പിന്നെ ഒരു ഫാമിലി റിലേഷൻ, ഡയറക്ഷൻ, ക്യാമറ വളരെ നന്നായി, വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ പടമാണ്. ശരിക്കും ഞങ്ങൾ ഫീൽ ചെയ്തിരുന്ന് കണ്ട ഒരു പടം. നല്ലതായിരുന്നു. എല്ലാവരുടെയും അഭിനയവും നല്ലതായിരുന്നു. കൊള്ളാം. Okay, thanks. It's the first time you've done this amazing work. You should still continue doing this. I really wish to see more projects like this again. Thank you.